വെൽക്കം ബാക്ക് ടു മെൻ്റൽ ഹെൽത്ത് സ്പെക്ട്രം. ഞാൻ ഡോക്ടർ ജെറോം. നമ്മുടെ തലച്ചോർ ഒരു വലിയ നഗരത്തിലെ വൈദ്യുതി നെറ്റ്വർക്ക് പോലെയാണ്. കോടിക്കണക്കിന് നാഡീകോശങ്ങൾ അഥവാ ന്യൂറോൺസ് തമ്മിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരിടമാണിത്. ഇവിടെ ഒരു ഭാഗത്ത് നിന്നുള്ള സന്ദേശം മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ ഈ നാഡീകോശങ്ങൾ പാതകളായി പ്രവർത്തിക്കുന്നു. ഈ ബന്ധങ്ങളുടെ കൂട്ടത്തെയാണ് ന്യൂറൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അങ്ങനെ ചെറുതും വലുതുമായ പല പാതകളുമുണ്ട് നമ്മുടെ മസ്തിഷ്കത്തിൽ. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ചൂടുള്ള വസ്തുവിൽ കൈ തട്ടുമ്പോൾ ഉടനെ കൈ പിൻവലിക്കും. ഇത് ഒരു പ്രത്യേക ന്യൂറൽ സർക്യൂട്ടിൻ്റെ പ്രവർത്തനം മൂലമാണ്. അതുപോലെ തന്നെ ആരെങ്കിലും നമ്മെ പ്രശംസിക്കുമ്പോൾ സന്തോഷം തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ റിവാർഡ് സർക്യൂട്ടാണ് പ്രവർത്തിക്കുന്നത്. അപകടം കണ്ടാൽ ചിലർക്ക് ഭയം തോന്നുന്നു. അതിന് ഫിയർ സർക്യൂട്ട് ആണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ, തീരുമാനമെടുക്കൽ, ഓർമ്മ, ഭാഷ, ഉറക്കം, വികാരങ്ങൾ ഇവയ്ക്കെല്ലാം പ്രത്യേകം ന്യൂറൽ സർക്യൂട്ടുകൾ ഉണ്ട്. ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ കാഴ്ചപ്പാടിൽ പ്രധാനമായ കാര്യം മനോരോഗങ്ങൾ പലപ്പോഴും ഈ ന്യൂറൽ സർക്യൂട്ടുകളുടെ പ്രവർത്തനത്തിലെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കും. എന്നാൽ ഉദാഹരണത്തിന് ADHDയിൽ ശ്രദ്ധയും നിയന്ത്രണവും കൈകാര്യം ചെയ്യുന്ന സർക്യൂട്ടുകൾ വ്യത്യസ്തമായി പ്രവർത്തിക്കും. അതുപോലെ ഡിപ്രഷനിൽ സന്തോഷവും പ്രചോദനവും നൽകുന്ന സർക്യൂട്ടുകളുടെ പ്രവർത്തനം കുറയാം. ആങ്സൈറ്റി ഡിസോർഡേഴ്സിൽ ഭയത്തിൻ്റെ സർക്യൂട്ടുകൾ അധികം ജാഗ്രതയോടെ പ്രവർത്തിക്കാം. അഡിക്ഷനിൽ റിവാർഡ് സർക്യൂട്ട് അമിതമായി ഉത്തേജിതമാകാം. മരുന്നുകൾ, കൗൺസിലിംഗ്, CBT പോലുള്ള ചികിത്സകൾ, നല്ല ഉറക്കം, വ്യായാമം, ധ്യാനം, നല്ല ബന്ധങ്ങൾ ഇവയെല്ലാം ഈ ന്യൂറൽ സർക്യൂട്ടുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ നമ്മെ സഹായിക്കും. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ചിന്തകളും വികാരങ്ങളും പെരുമാറ്റങ്ങളും തലച്ചോറിലെ വിവിധ ന്യൂറൽ സർക്യൂട്ടുകളുടെ കൂട്ടായ പ്രവർത്തന ഫലമാണ്. താങ്ക് യു ഫോർ ലിസണിങ്.